തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് സംസ്ഥാന സർക്കാർ PR പ്രചരണത്തിന് മുടക്കിയത് കോടികളാണ്. CPM അനുകൂല നിലപാട് സ്വീകരിക്കുന്ന മാധ്യമങ്ങൾക്കാണ് ചട്ടം പാലിക്കാതെ ടൂറിസം വകുപ്പ് പണം അനുവദിച്ചത്. റിപ്പോർട്ടർ TVക്ക് മാത്രം 50 ലക്ഷം രൂപയാണ് നൽകിയത്. ദേശാഭിമാനിക്കും കൈരളിക്കും വാരിക്കോരി പണം നൽകി. വിവരങ്ങൾ രാജീവ് നൽകും. രാജീവ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പല മാധ്യമങ്ങളും സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ മറച്ചുപിടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായും ഈ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. കാരണം ഇതൊരു PR പണിയാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയാണ് ഇത്തരം വാർത്തകൾ, പെയ്ഡ് ന്യൂസുകൾ നൽകുന്നതെന്ന വിമർശനം ഉയർന്നതാണ്. ഇതിപ്പോൾ ശരിവെക്കുന്നതാണല്ലോ നമ്മൾ ഈ പുറത്തുവിടുന്ന രേഖകൾ. ഗൗതം, കഴിഞ്ഞ 2 തവണയായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖം ഒരുക്കുന്നതിന് വേണ്ടി 2000 കോടി രൂപയ്ക്കടുത്താണ് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിരുന്നത്. അതിന് സ്വകാര്യ ഏജൻസികളായിരുന്നു പ്രധാനമായും ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇവിടെ അതിനും മുകളിലേക്ക് മാധ്യമങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള PR വർക്ക് നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സർക്കാരിനൊപ്പവും CPM-നൊപ്പവും നിൽക്കുന്ന മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ PR വർക്കിന് ടൂറിസം വകുപ്പ് നേതൃത്വം നൽകുന്നത്. ടൂറിസം പ്രൊമോഷന് വേണ്ടി ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്ന തുക ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു PR വർക്ക് നടത്തുന്നത്. അതിനുവേണ്ടി റിപ്പോർട്ടർ TVക്ക് അനുവദിച്ചിരിക്കുന്നത് 50 ലക്ഷം രൂപയാണ്. അതായത് സംസ്ഥാനത്തെ ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിന് വേണ്ടിയാണ് തുക ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായി സർക്കാരിന് അനുകൂലമായ വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സർക്കാരിനെതിരായ വാർത്തകൾ വരുമ്പോൾ അതിനെ ബോധപൂർവം മറച്ചുവെക്കാനുള്ള വാർത്തകൾ ചെയ്യുന്നു, വാർത്തകൾ വളച്ചൊടിക്കുന്നു. ഇത്തരം സംഭവങ്ങളും ആവർത്തിച്ചു വരുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില ആരോപണങ്ങൾ ഉയർന്നതുമാണ്. മാത്രമല്ല, റിപ്പോർട്ടർ TVയുടെ മാനേജ്മെന്റിനെതിരെ വലിയ വിമർശനങ്ങളും അതുപോലെ തന്നെ പരാതികളും ഒക്കെ ഉയർന്നപ്പോൾ അവിടെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിച്ചത്. പ്രത്യേകിച്ചും മുട്ടിൽ മരമുറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പാവപ്പെട്ട വനവാസികളെ വഞ്ചിച്ചുകൊണ്ടാണ് ഈ മുട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വീട്ടുമരങ്ങൾ മുറിച്ചു മാറ്റിയത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ജനം TV തന്നെയാണ് നേരത്തെ പുറത്തുവിട്ടത്. ആ ഘട്ടത്തിലൊക്കെ ആൻഡ്രോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുകയായിരുന്നു സർക്കാർ ചെയ്തതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. റിപ്പോർട്ടർ TVക്ക് 50 ലക്ഷം രൂപയാണ് ടൂറിസം വകുപ്പ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയും നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ തന്നെയാണ് CPM-ന്റെ ഔദ്യോഗിക സംവിധാനമായ ദേശാഭിമാനി, കൈരളി എന്നിവയ്ക്കും സർക്കാർ പരസ്യം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കാർ പണം നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ ലക്ഷങ്ങളാണ് ഇപ്പോൾ പ്രൊമോഷന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ടൂറിസം പ്രൊമോഷന് വേണ്ടി മാത്രമല്ല, സർക്കാരിൻ്റെ PR വർക്കിന് വേണ്ടി തന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതിന് മാധ്യമങ്ങളെ കൂടി ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ രീതിയിൽ കോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് തൊട്ട് മുൻപാണ്, അതായത് കഴിഞ്ഞ മാസം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ടൂറിസം വകുപ്പ് പുറത്തിറക്കുന്നതും. 50 ലക്ഷം രൂപ റിപ്പോർട്ടർ TVക്ക് അനുവദിക്കുന്നു, ന്യൂസ് മലയാളത്തിന് പണം അനുവദിക്കുന്നു. അതുപോലെ തന്നെ ദേശാഭിമാനിക്കും കൈരളിക്കും വിവിധ ഘട്ടങ്ങളിലായി പണം അനുവദിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ടൂറിസം വകുപ്പ് ഈ രീതിയിൽ പണം വാരിക്കോരി നൽകി PR വർക്ക് നടത്തി സർക്കാരിനെ വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. ഇതിന്റെ വിശദാംശങ്ങളുമായാണ് രാജീവ് തിരുവനന്തപുരത്ത് നിന്നും ചേർത്ത്